വരുന്ന ഓണക്കാലത്ത് 1000 രൂപ വില വരുന്ന 22 നിത്യോപയോഗ സാധനങ്ങളടങ്ങിയ ഭക്ഷ്യക്കിറ്റ് വെറും 800 രൂപയ്ക്ക് റേഡ്കോ വിപണിയിലെത്തിക്കുമെന്ന് റേഡ്കോ കേരള ലിമിറ്റഡ് ചെയർമാൻ എം സുരേന്ദ്രൻ പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കിറ്റ് വാങ്ങുന്നവർക്ക് കൂപ്പൺ വഴി സ്വർണ്ണ നാണയമടക്കം സമ്മാനങ്ങൾ ലഭിക്കും. പദ്ധതിയുടെ ഉദ്ഘാടനം ജൂലൈ 26 വൈകിട്ട് 3 മണിക്ക് കേരള ബാങ്ക് ഹാളിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും. റേഡ്കോ ഫുഡ് പ്രൊഡക്ട്സ് ഗുണമേന്മയിലും രുചിയിലും വിട്ടുവീഴ്ച ചെയ്യാത്ത സഹകരണ സ്ഥാപനമാണ്. 10,000 പേർക്കെങ്കിലും തൊഴിൽ ലഭ്യമാക്കാനുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിതരണത്തിലുള്ള ബൃഹത് പദ്ധതി റേഡ്കോ ആവിഷ്കരിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ വീടുകളിലും റേഡ്കോ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തു വരുന്നു. സാധാരണ ഒരു വ്യക്തിക്ക് പ്രതിദിനം 1000 രൂപയെങ്കിലും വരുമാനമുണ്ടാക്കാൻ ഇതുവഴി കഴിയുമെന്നും ചെയർമാൻ പറഞ്ഞു. പുതിയ ഭരണസമിതി കഴിഞ്ഞ 15-ാം തീയതിയാണ് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. വിവിധ പരിപാടികളുമായി മുന്നോട്ടു പോയി സ്ഥാപനത്തെ അഭ്യുന്നതിയിലെത്തിക്കുക എന്നുള്ള സുപ്രധാനമായ ലക്ഷ്യമാണ് ഞങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നത്. അതിന് ബഹുമുഖമായ ചില പ്രവർത്തനങ്ങൾ ഇതിനകം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. റേഡ്കോ 52 വർഷമായി കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും നിറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. കാർഷിക മേഖലയെ കൂടാതെ ഭക്ഷ്യ സംസ്കരണ മേഖലയിലും ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വളരെ മികവാർന്ന പ്രവർത്തനമാണ് സംഘടിപ്പിക്കുന്നത്. ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന അതിൻ്റെ ഉൽപ്പന്നങ്ങളെന്ന നിലക്ക് കഴിഞ്ഞ വർഷം മാധ്യമപ്രവർത്തകരുമായി ഞങ്ങളൊന്ന് സംവദിച്ചിരുന്നു. അത് പുതിയ ചില ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിൽ ഇറക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ഇനിയിപ്പോൾ 100-ലധികം ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ റേഡ്കോവിനുണ്ട്. റേഡ്കോവിൻ്റെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ സംശുദ്ധവും മായം കലരാത്തതുമാണ്. അത് മാധ്യമ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം. പ്രത്യേകിച്ച് ഈ ആധുനിക കാലത്ത് വളരെയേറെ ആക്ഷേപങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒന്നാണ് ഈ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ മേഖല. ഈ ഉൽപ്പന്നങ്ങൾ 100 എണ്ണം കമ്പോളത്തിൽ ഇന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പരസ്യമൊന്നും വേണ്ടത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, അതിനുള്ള ശേഷി കുറവായതുകൊണ്ട് അതൊരു പ്രധാന പ്രശ്നമായിട്ട് ഞങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ CEO വി രതീശൻ, എം ചന്ദ്രൻ, മാർക്കറ്റിംഗ് മാനേജർ ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു.